HL മിനിസ്ട്രീസിൽ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാൽ പാഷ ബിനു വടശ്ശേരിക്കര, പാഷ അനിൽ, പാഷ ഷുബോ, പാഷ ബെൻസൺ, ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പല മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളതാണ്, റായ്പൂർ വന്ന് പരിചയമുള്ളതാണ്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷേ ബിനു വടശ്ശേരിക്കര ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ 15 വർഷമായി ഇവിടെ നിന്നുള്ള ടീം അവിടെ കടന്നു വന്ന് അവിടെയുള്ള ആ ശുശ്രൂഷയിൽ ഭാഗമായി തീർന്നു. ഞങ്ങളുടെ സഭയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ HL VBS ഒരു പ്രാവശ്യം കഴിയുമ്പോൾ അടുത്ത വർഷത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. HL VBS ഞങ്ങളുടെ ഒരാഴ്ചത്തെയാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അതിന് 2 മാസം മുമ്പേ വീട്ടിൽ അമ്മയപ്പന്മാരോട് പറയാൻ തുടങ്ങും, ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വേണം, എല്ലാ ദിവസവും ഓരോ ഡ്രസ്സ് വേണം. അത്രയ്ക്ക് തയ്യാറിയിലാണ് അവരത് വരുന്നത്. സാധാരണ HL VBS ഇന്ന ദിവസം തൊട്ട് തുടങ്ങുമെന്ന് ഏകദേശം 2 മാസം മുമ്പ് ഞാൻ അനൗൺസ് ചെയ്യും. അന്ന് നിങ്ങൾ വീഡിയോ നോക്കിയാൽ അറിയാം, അന്ന് ഭയങ്കര കൈയടിക്കുന്ന മുന്നേ ഇരിക്കുന്ന പിള്ളേരാണ് കൈയടിച്ച് തുടങ്ങുന്നത്. എല്ലാവരും കൈയടിക്കും, കാരണം അത്രയ്ക്ക് സന്തോഷമാണ് ആ VBS കുഞ്ഞുങ്ങൾക്ക്. അതുമാത്രമല്ല, സഭയ്ക്കും യുവാക്കൾക്ക് ഈ വർഷം തന്നെ കർത്താവിൻ്റെ ദാസന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന 40-ലധികം യുവാക്കൾ കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊക്കെ ഇടയായി. കൗൺസിലിങ്ങിലൂടെ അതൊരു വിടുതലായി തീരുവാനും ഇടയായി തീർന്നു. ഇത് ഈ പ്രാവശ്യം ഞങ്ങളുടെ റായ്പൂർ സഭ കൂടാതെ ഞങ്ങളുടെ ബ്രാഞ്ച് സഭകളിലായി 3 മറ്റ് VBS, അങ്ങനെ 4 VBS ആണ് ഒന്നിച്ച് ഞങ്ങളുടെ ബ്രാഞ്ചുകൾ സഭകൾ നടന്നത്. അതെല്ലാം വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ നൽകി. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. HL മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകളെ ദൈവം ആദരിക്കട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ. ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4 സുവിശേഷങ്ങൾ എഴുതിയതിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം വളരെ വിശേഷതയുള്ളതാണ്. പുതിയ നിയമ എഴുത്തുകാരിൽ ഒരേ ഒരു അന്യജാതിക്കാരനായ എഴുത്തുകാരനാണ് ലൂക്കോസ്. ബാക്കി എല്ലാ എഴുത്തുകാരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഉള്ളവരാണ്. ഈ ലൂക്കോസ് ആരെക്കുറിച്ചാണോ എഴുതിയത് ആ ആളിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ആളിനെ കുറിച്ച് കേട്ടതല്ലാതെ ആ ആള് പറയുന്നത് ഒരിക്കലും കേട്ടിട്ടില്ല. അതായത് ലൂക്കോസ് ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ടുമില്ല. ആ ലൂക്കോസാണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് എഴുതിയ ആ സുവിശേഷം പോലെ വളരെ കൃത്യമായ മറ്റൊരു സുവിശേഷമില്ല. കാരണം ലൂക്കോസ് തന്നെ അതിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ പറയുന്നുണ്ട്, ഞാനത് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചരിത്രകാരൻ എഴുതുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത്. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ലൂക്കോസ് യേശു ചെയ്ത ഒരത്ഭുതവും കണ്ടിട്ടില്ലെങ്കിലും യേശു ചെയ്ത സകല അത്ഭുതവും കണ്ട ഒരു വ്യക്തി എഴുതിയതുപോലെയാണ് എഴുതിയത്. അതിന് കാരണം, ആരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടോ ആ സംഭവം എഴുതുന്നതിന് മുമ്പ് അവരുടെ അടുക്കൽ പോയി യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് അവരോട് ചോദിച്ച് വളരെ കൃത്യമായി അറിഞ്ഞാണ് ലൂക്കോസ് അത് എഴുതിയിരിക്കുന്നത്. തെയോഫിലസ് എന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. തെയോഫിലസ് ആരാണെന്നറിയത്തില്ലെങ്കിലും പൗലോസിൻ്റെ കേസ് വാദിച്ച ഒരു വക്കീലോ അല്ലെങ്കിൽ റോമൻ കാരാഗ്രഹത്തിൽ പൗലോസ് ആയിരിക്കുമ്പോൾ കൈസറിൻ്റെ മുമ്പാകെ പൗലോസ് നിൽക്കപ്പെടുന്നതിന് മുമ്പ് ഏത് ന്യായാസനത്തിന് മുൻപാകെയാണോ പൗലോസ് നിൽക്കേണ്ടത്
അവിടുത്തെ ന്യായാധിപനായിരുന്നിരിക്കാം തെയോഫിലിസ് എന്നാണ് ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിന് കാരണം ലൂക്കോസ് എഴുതിയ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷവും 2 അപ്പോസ്തല പ്രവർത്തികളും. ഇത് രണ്ടും പൗലോസിന് വേണ്ടിയാണ് എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. കാരണം പൗലോസ് മുഖാന്തരമാണ് ലൂക്കോസ് സുവിശേഷം അറിഞ്ഞതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൗലോസ് പലപ്പോഴും രോഗിയായിരുന്നപ്പോൾ പ്രസിദ്ധനായ വൈദ്യനായ ലൂക്കോസിനെ തൻ്റെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ രോഗിയാണ്, നീ വൈദ്യനാണ്, നീ ഡോക്ടറാണ്. എന്നാൽ ഞാൻ കാണുന്നു എന്നേക്കാൾ നീയാണ് രോഗി. നിനക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിൻ്റെ മരുന്ന് വൈദ്യനായ നിന്റെ പക്കലുമില്ല. നിനക്കുള്ള രോഗം പാപമാണ്, അതിൻ്റെ ഒരേ ഒരു വൈദ്യനേ ഉള്ളൂ, അത് നസറായനായ യേശു ക്രിസ്തുവാണ്. അങ്ങനെ പൗലോസിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയപ്പെട്ട ഈ ലൂക്കോസ് പൗലോസിന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച അനന്തരം ജീവപര്യന്തം പൗലോസിന്റെ സന്തത സഹചാരിയായി ജീവിച്ച് പൗലോസ് മരിച്ച ശേഷം 85 വയസ്സ് വരെ അവിവാഹിതനായി ജീവിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവിൽ ചേർക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പൗലോസിന് വേണ്ടിയാണ് എഴുതിയത് എന്ന് പറയാനുള്ള കാരണം അപ്പോസ്തല പ്രവർത്തികളാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ 2 ഭാഗങ്ങൾ നോക്കുമ്പോൾ 12-ാം അധ്യായം വരെ ആദ്യകാല ശുശ്രൂഷകന്മാരെ കുറിച്ച് പത്രോസ് മറ്റ് ശുശ്രൂഷകന്മാരെ കുറിച്ച് അവരുടെ ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചു വരുന്നുവെങ്കിലും 13-ാം അധ്യായത്തിൽ പൗലോസിന്റെ 1-ാം മിഷണറി യാത്ര പറഞ്ഞു തുടങ്ങിയ ലേഖനകർത്താവ് പിന്നൊരു കാര്യവും മറ്റാരുടേതും പറയുന്നില്ല. പൗലോസിന്റെ 3 മിഷണറി യാത്രകളും അത് കഴിഞ്ഞ് പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ എത്തപ്പെടുന്നത് വർണ്ണിച്ച് നിർത്തുകയാണ്. അതുകൊണ്ടാണ് ഈ 2 പുസ്തകങ്ങളും തെയോഫിലസിന് പൗലോസിന് വേണ്ടിയാണ് എഴുതിയെന്ന് പറയുന്നത്. പൗലോസ് എങ്ങനെയാണ് റോമൻ കാരാഗൃഹത്തിൽ എത്തപ്പെട്ടതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ വക്കീലാണെങ്കിൽ വക്കീലിനോട് പറയണം ഈ പൗലോസിന്റെ കുറ്റകൃത്യം എന്താണ്. അങ്ങനെയെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടല്ല, മറ്റൊരാൾ കാരണമാണ് കാരാഗൃഹത്തിലായിരിക്കുന്നത്. ആ മറ്റൊരാൾ ആരാണ്? നസറായനായ യേശു. അങ്ങനെയിൽ അവൻ ആരാണ്? അത് പറയുവാൻ വേണ്ടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതി യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനങ്ങളെ വർണ്ണിച്ച് അവസാനിപ്പിച്ച ശേഷം പൗലോസിനെ കുറിച്ച് എഴുതുവാൻ വേണ്ടിയാണ് അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയത്. ആദ്യം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ വർണ്ണിച്ചു വന്ന് പൗലോസ് സഭയെ നശിപ്പിച്ചതും അനന്തരം കർത്താവിനാൽ രക്ഷിക്കപ്പെടുന്നതും അതിനുശേഷം ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായി തീർന്ന് റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേർന്നത് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പൗലോസിന് വേണ്ടിയാണ് ലൂക്കോസ് എഴുതിയത്. ലൂക്കോസ് എഴുതിയ ഈ 2 ലേഖനങ്ങളിൽ ലൂക്കോസ് എഴുതുമ്പോൾ ലൂക്കോസിന് അറിയില്ലായിരുന്നു ഇത് ദൈവവചനമായി ഒരു നാളിൽ അറിയപ്പെടുമെന്ന്. ലൂക്കോസിന് അറിയില്ലായിരുന്നു ഈ 2 പുസ്തകങ്ങളും തിരുവചനമായി അറിയപ്പെടുമെന്ന്. എന്നാൽ ലൂക്കോസ് എഴുതിയെങ്കിലും എഴുതിപ്പിച്ചത് ദൈവാത്മാവായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനമായി മാറിയത്. എന്നതുപോലെ ഇന്ന് നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ ജീവിതാവസാനത്തോടെ ഒരിക്കലും അവസാനിക്കുകയില്ല. നമ്മുടെ കാലശേഷവും നടന്നുകൊണ്ടേയിരിക്കും. ലൂക്കോസ് മരിച്ചിട്ട് 1000 വർഷങ്ങളായിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കിത് അനുഗ്രഹമായി തീർന്നതുപോലെ നാം മരിച്ചു മൺമറഞ്ഞാലും നാം ആരംഭിച്ചത് ചിലതൊക്കെ വരും തലമുറകൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്കോസ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ യഹൂദന്മാരുടെ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ട ആരെക്കുറിച്ച് എഴുതിയിരുന്നോ ആ വ്യക്തി തന്നെയാണ് നസറായനായ യേശു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തിരുവചനത്തിലെ മർമ്മങ്ങളെ കൂടെ ലൂക്കോസ് എഴുതി ചേർത്തിരുന്നു. അതാണ് ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. യേശുവായ മശിയ അല്ലെങ്കിൽ മശിയ വരുന്നതിന് മുമ്പ് അവന് വഴിയൊരുക്കുവാൻ ഒരുവൻ വരും. അവൻ ആരാണെന്നും അവൻ എങ്ങനെ ജനിച്ചു എന്നും തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൂക്കോസ് ആദ്യം തന്നെ
യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തം വർണ്ണിക്കുന്നത്. അത് വർണ്ണിക്കുന്ന ഇടത്താണെന്ന് സഖറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും പറയുന്നത്. അവർ രണ്ടും ലേവ്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, വിവാഹിതരായി വൃദ്ധരായി, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഞാൻ വായിച്ച ഭാഗം 8-9 വാക്യങ്ങൾ. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവിക പദ്ധതിയാണെങ്കിൽ ദൈവം നിവർത്തിച്ചിരിക്കും. പക്ഷെങ്കിൽ അത് നമ്മുടെ സമയത്തല്ല. ഒന്നാമത്തെ കാര്യം നാം ഓർക്കേണ്ടത്, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ ദൈവം തീർച്ചയായും നിവർത്തിക്കുന്ന ദൈവമാണ്. 2, അതിനുവേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ നാം കാത്തിരിക്കേണ്ടവരാണ്. ഈ സഖറിയാവ് ഒരു പുരോഹിതനായി തീർന്നു. അവൻ അബിയാ കൂറിലെ ഒരു പുരോഹിതനായിരുന്നു എന്ന 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 24-ാം അധ്യായത്തില് ഈ കൂറ് എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിന്റെ കാലത്ത് പുരോഹിതന്മാർ ഏറി വന്നപ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി 24 കൂറുകളെ ആക്കി വെച്ചു. ഒരു കൂറിന്റെ ശുശ്രൂഷ സമയം 2 ആഴ്ചയാണ്, ഒരു വർഷത്തിൽ 2 ആഴ്ച. അഹരോന്റെ 4 മക്കളിൽ 2 മക്കൾ അഹരോൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. 2 മക്കൾ ജീവിച്ചിരുന്ന എലയാസറും ഒരാള് ഇഥാബോർ. ഇവർ രണ്ടുപേരുടെയും വംശ പരമ്പരയിൽ നിന്നാണ് 24 കൂറുകളെ തിരഞ്ഞെടുത്തത്. ഒരാളുടെ കൂറിൽ നിന്ന് 16 കൂറും മറ്റൊരാളിൽ നിന്ന് 8 കൂറും. അങ്ങനെ 24 കൂറുകളാണ്. അതിൽ 8-ാമത്തെ കൂറാണ് അബിയാക്കൂർ. ആ അബിയാക്കൂറിൽ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു സഖറിയാവ്. ഇവിടെ എന്തുകൊണ്ടാണ് സഖറിയാവിന് ധൂപം കാട്ടുവാൻ നറുക്കുവന്നു എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂറിന്റെ ശുശ്രൂഷക്കാരൻ 2 ആഴ്ചയാണ്. അത് കഴിയുമ്പോൾ അടുത്ത കൂറ് വരും. ഈ 2 ആഴ്ച ആ കൂറിലുള്ള എല്ലാ പുരോഹിതന്മാർക്കും ശുശ്രൂഷകൾ പലതാണ്. അവർ ഏത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നറുക്കിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ശുശ്രൂഷ ധൂപം കാട്ടുന്ന ശുശ്രൂഷയാണ്. അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഒരു പുരോഹിതന്റെ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ ധൂപം കാട്ടുന്ന ശുശ്രൂഷ ലഭിക്കുകയുള്ളൂ. അതായത് ഒരിക്കൽ നറുക്കു വീണ് ഒരു പ്രാവശ്യം ധൂപം കാട്ടുന്ന ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ആ പേരിടുകയില്ല. കാരണം എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ ലേവ്യരും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ധൂപം കാട്ടുന്ന ശുശ്രൂഷ ലഭിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഈ സഖറിയ പുരോഹിതനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. 30-ാമത്തെ വയസ്സിലാണ് ഒരു ലേവ്യ പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ലേവ്യനായ ഒരു പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ ആരംഭിക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്: എനിക്ക് ധൂപം കാട്ടുന്ന ശുശ്രൂഷയൊന്ന് ലഭിച്ചാലുള്ള. അപ്പം 30-ാമത്തെ വയസ്സ് മുതൽ സഖറിയാവും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴൊക്കെ നറുക്കിടുമോ അപ്പോഴെല്ലാം എൻ്റെ പേര് ഈ പ്രാവശ്യം ധൂപം കാട്ടുന്നതിന് വീഴണമേ എന്നാണ്. അങ്ങനെയെങ്കിൽ സഖറിയാവ് ഒരു നീണ്ട കാലം പ്രാർത്ഥിച്ചു. സഖറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. സഖറിയാവ് വൃദ്ധനായി. പലപ്പോഴും സഖറിയാവ് വിചാരിച്ചിരിക്കാൻ ഈ വർഷം വീണില്ല. അപ്പോൾ വിചാരിച്ചു, ഇനി എനിക്കൊരവസരം ലഭിക്കുകയില്ല എന്ന്. കാരണം അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല.
കാരണം സഖറിയാവ് വൃദ്ധനാ. അപ്പോൾ സഖറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നൊരു ചിന്ത ഈ സഖറിയാവിനുണ്ടായി കാണാം. എന്നാൽ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യമെങ്കിലും വീഴുമോ എന്നൊരു ചിന്ത അവനുണ്ടായിരുന്നു. അവൻ ആ നറുക്കു വീണപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സഖറിയാവിന് എത്രയധികം സന്തോഷമുണ്ടായി കാണും. 30-ാം വയസ്സ് മുതൽ പ്രാർത്ഥിച്ച വിഷയമാ. എൻ്റെ പേര് ധൂപം കാട്ടുന്നതിന് നറുക്കു വീഴണമേ എന്ന് പ്രാർത്ഥിച്ച ഈ സഖറിയാവ് ആശ തീർന്നുപോയൊരു സമയത്ത് സഖറിയാവിന് നറുക്കു വീഴുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ധൂപം കാട്ടി വരുന്ന ശുശ്രൂഷകന്മാരോട്, പുരോഹിതന്മാരോട് ഈ സഖറിയാവ് ചോദിച്ചു കാണും, നിന്റെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ വിശേഷത എന്താണ്? നീ ദൈവസന്നിധിയിൽ ധൂപം കാട്ടുമ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത എന്താണ്? അവർ വളരെ വിശേഷതയോടത് വർണ്ണിക്കുമ്പോൾ ഈ സഖറിയാവും പല പ്രാവശ്യം വിചാരിച്ചു, എനിക്കും ഒരവസരം കിട്ടിയിരുന്നു എങ്കിൽ. അവന്റെ ചെറുപ്പകാലത്ത് 30-ാം വയസ്സ് മുതൽ പ്രാർത്ഥിച്ചു വരികയാ. എന്നാൽ നറുക്കു വീണത് എപ്പോഴാണെന്നറിയാമോ? അവന്റെ ആശ തീർന്നു പോയപ്പോഴാ. സ്തോത്രം. ഇനിയൊരവസരം ലഭിക്കയില്ല എന്ന് ചിന്തിച്ച സമയത്ത്, വാർദ്ധക്യത്തിൽ ദൈവം അവന് ദീർഘായുസ് നൽകി. ധൂപം കാട്ടുന്ന ശുശ്രൂഷയ്ക്ക് അവന്റെ പേരിന് നറുക്കു വീഴുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അനാദി കാലത്തെ ദൈവം നമ്മെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണമോ അതൊക്കെ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അവന്റെ ഓർമ്മയുടെ പുസ്തകത്തിലെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, വിശ്വസ്തയോടെ ദൈവിക വേല, ദൈവിക ശുശ്രൂഷ നാം ചെയ്യാൻ തയ്യാറായാൽ ഒന്നുപോലും കുറയാതെ 100% ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കും. സ്തോത്രം. ഒന്നുപോലും കുറയാതെ 100% ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കും. സഖറിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും പറയുന്നത് അവർ ദൈവഭക്തരായിരുന്നു എന്ന, അവർ ദൈവവചനം അനുസരിക്കുന്നവരായിരുന്നു എന്ന. ഇവരെ പോലെ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവിക വഴിയിൽ നടന്ന് അവന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ, സഖറിയാവിന്റെ ദൈവം മാത്രമല്ല, നമ്മുടെ ദൈവവും കൂടെയാണ്. സഖറിയാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച ദൈവം, ദൈവപ്രവൃത്തിക്കായി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറായാൽ, സ്വർഗത്തിലെ ദൈവം നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുമോ? നാം ഇന്ന് കാണുമ്പോൾ നമ്മുടെ ദൈവം അനാദിയിൽ തന്നെ അന്തവും കണ്ട ദൈവമാ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ആരംഭത്തിങ്കൽ തന്നെ അവസാനം കാണുന്ന ദൈവമാ. ആദിയിൽ തന്നെ അന്തമറിയുന്ന ദൈവമാ. എന്നെയും നിങ്ങളെയും കൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ദൈവം നിശ്ചയമായും ചെയ്യിക്കും. സ്തോത്രം. ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കണം. 2, ദൈവം തന്റെ സമയം ദീർഘിപ്പിച്ച് ചിലത് ചെയ്യിക്കുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, അത് വിശേഷതയുള്ളതായിരിക്കും. സഖറിയാവിന് മുമ്പ് അനേക പുരോഹിതന്മാര് ധൂപം കാട്ടുവാൻ ചെന്നിട്ടുണ്ട്. എന്നാൽ അവരാരും കണ്ടിട്ടില്ലാത്ത ഒരു ദർശനം അവൻ കാണുകയാണ്. അവരാരും കണ്ടുമുട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയെ അവൻ കാണുകയാണ്. അവരാരും കേട്ടിട്ടില്ലാത്ത ദൈവിക സന്ദേശം സഖറിയാവ് കേൾക്കുകയാണ്. അങ്ങനെയെങ്കിൽ കാലതാമസം ചിലതിന് നേരിടുന്നു എങ്കിൽ
ഓർത്തുകൊള്ളുക, അതിൻ്റെ ഉത്തരം വിശേഷതയുള്ളതായിരിക്കും. ഈ സക്കറിയാവും എലിസബത്തും വിവാഹം കഴിഞ്ഞ സമയം മുതലേ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗദൂതൻ വന്ന് പറഞ്ഞു നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന. അങ്ങനെയെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ഒരു കുഞ്ഞിനു വേണ്ടി. എന്നാൽ അപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സ്വർഗദൂതൻ പറഞ്ഞു നിനക്കൊരു മകൻ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, എന്തെല്ലാം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോ ഈ പുരോഹിതൻ പറയുന്നത് എന്തുവാ? ഇതെങ്ങനെ സംഭവിക്കും? ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരല്ലോ എന്ന് പറഞ്ഞ അർത്ഥം അറിയാം. അതിന്റെ അർത്ഥം പണ്ട് പ്രാർത്ഥിച്ചിരുന്നതാ, എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല. സക്കറിയാവ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗദൂതൻ പറയുക നിനക്ക് കുഞ്ഞിനെ തരാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ സക്കറിയാവ് എന്ത് ചെയ്യും? ദൈവത്തിന് നന്ദി പറയില്ലയോ? ദൈവമേ, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, നിനക്ക് നന്ദി എന്ന് പറയും. എന്നാൽ സക്കറിയാവ് അങ്ങനെയല്ല പറഞ്ഞത്. ഞാനും എൻ്റെ ഭാര്യയും വൃദ്ധരല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? അതിന്റെ അർത്ഥം പണ്ട് പ്രാർത്ഥിച്ചിരുന്നതാ, എന്നാൽ ഇന്ന് പ്രാർത്ഥന നിർത്തി. കാരണം സാഹചര്യം അനുസരിച്ച് ഇനിയൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് അസംഭവ്യമാ, അസാധ്യമാണ്. അതുകൊണ്ട് പണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഇന്ന് നിന്നിരിക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും നാമും സാഹചര്യങ്ങൾ കണ്ട് പണ്ട് പ്രാർത്ഥിച്ചിരുന്ന പല വിഷയങ്ങൾ ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, നമ്മുടെ ദൈവത്തിന് സമയം തെറ്റുകയില്ല. നമ്മുടെ ദൈവത്തിന് അവന്റെ ഒരൊറ്റ വാക്കുമതി വിപരീതമായ സകല സാഹചര്യങ്ങളും അനുകൂലമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ വർഷങ്ങളുടെ ആവശ്യമില്ല. മണിക്കൂറുകൾ കൊണ്ട് അവൻ സാഹചര്യങ്ങളെ മാറ്റി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യോസേഫ് കാരാഗ്രഹത്തിലായിരുന്നു. അവന്റെ വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ദൈവം ചെയ്തപ്പോൾ രാവിലെ അവനൊരു ജയിൽ പുള്ളിയായിരുന്നു. രാവിലെ മിസ്രയീമിൽ അവർ ജയിൽ പുള്ളിയാ. എന്നാൽ ഉച്ചയ്ക്ക് അവൻ മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി. മണിക്കൂറുകൾക്കകം അവന്റെ സാഹചര്യങ്ങളെ മാറ്റി അവനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പൂർത്തീകരിപ്പാൻ നമ്മുടെ ദൈവത്തിന് അന്നു കഴിഞ്ഞു എങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ മണിക്കൂറുകൾക്കകം എന്റെ ദൈവത്തിന് കഴിയും. മാറാത്ത സാഹചര്യങ്ങളെ മണിക്കൂറുകൾക്കകം മാറ്റി എന്റെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ അത്ഭുതങ്ങൾ നാം കാണുവാൻ പോകുകയാണ്. എക്സൽ മിനിസ്ട്രീസിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ വരും കാലങ്ങൾ ലക്ഷങ്ങളായി മാറട്ടെ, ലക്ഷങ്ങൾ കോടികളായി മാറട്ടെ. വിശ്വാസത്താൽ നാം കാണുന്നവരാകട്ടെ. നമ്മുടെ ദൈവം കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയട്ടെ. ദൈവിക ദർശനങ്ങൾ നാം കണ്ട് വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവർത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ സക്കറിയാവ് ധൂപം കാട്ടുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റു ശുശ്രൂഷകന്മാരും ഓരോരോ ശുശ്രൂഷ ചെയ്യുകയാണ്. ദൈവാലയത്തിലെ സകല ശുശ്രൂഷകളും പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവാലയത്തിലെ സകല ശുശ്രൂഷയും പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ്. അവിടെ പാത്രം കഴുകുന്ന ശുശ്രൂഷയുണ്ട്. എവിടെ? മന്ദിരത്തില്. അത് നറുക്കിട്ടാ വീഴുന്നത്. ധൂപം കാട്ടുന്ന ശുശ്രൂഷ മാത്രമല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ശുശ്രൂഷ ഒരുപോലെയല്ല. എന്നാൽ ഓർത്തുകൊള്ളുക, എല്ലാ ശുശ്രൂഷയും ദൈവ സന്നിധിയിൽ മാന്യതയുള്ളതാണ്.
നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ നാം തയ്യാറായാൽ നാം ആഗ്രഹിക്കാത്ത ശുശ്രൂഷകളും ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കും. സ്തോത്രം. സഖറിയാവ് ദൈവസമയത്തിനു വേണ്ടി കാത്തിരുന്നു. അവൻ അവസാനം അവനെ വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവദൂതൻ പറഞ്ഞു, ആദ്യം ദൈവദൂതനെ കണ്ടപ്പോഴേ പേടിച്ചു പോയി. കാരണം അന്ന് ദൈവദൂതന്മാരെ കണ്ടാൽ എല്ലാവരും പേടിക്കും. കാരണം ദൈവം പലപ്പോഴും ദൈവദൂതന്റെ രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ല, മരിച്ചു പോകും. അതുകൊണ്ട് സ്വർഗദൂതന്മാരെ കാണുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് ഏതൊരു സ്വർഗദൂതനും നന്മയുടെ സുവിശേഷം അറിയിപ്പാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ടതാണ്. കാരണം അവന് ഹൃദയത്തിൽ ഭയമാ, ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സഖറിയാവിനോട് ആദ്യം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അവസാനം ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചപ്പോഴാ സ്വർഗദൂതൻ പറഞ്ഞു, ഞാൻ ഗബ്രിയേലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പേടി ഒന്നുകൂടെ കൂടി കാണും. കാരണം ഗബ്രിയേൽ ആരാണെന്ന് പാതിരിക്കറിയാം, പാസ്റ്ററിനറിയാം. പാസ്റ്റ അല്ലയോ, പുരോഹിതനാ. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പാസ്റ്ററാ. ഗബ്രിയേൽ ആരാണെന്ന് അറിയാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്ദേശവാഹകരുടെ പ്രധാനിയാണ്. എപ്പോഴും അവൻ ഇറങ്ങി വരാനില്ല. ദൈവത്തിന്റെ വലിയ മുഖ്യമായ സന്ദേശം വ്യക്തമായി ചിലരോട് അറിയിപ്പാൻ മാത്രമേ ഗബ്രിയേൽ ഇറങ്ങി വരാറുള്ളൂ. ഈ ഗബ്രിയേലാണെന്ന് കേട്ടപ്പോൾ തന്നെ ഇവൻ ഭയപരവശനായി കാണും. പറഞ്ഞു, ഇനി നീ മിണ്ടണ്ട, എന്നുവരെ ഇത് നിവർത്തിയാകുന്നില്ല അന്നുവരെ നീ ഊമനായിരിക്കാൻ പറഞ്ഞു. ഊമൻ മാത്രമല്ല, ചെവിയേക്കാത്തവനുമായിട്ട് പോയി. മുന്നോട്ടുള്ള വാക്കുകൾ വായിച്ചറിയാം, ചെവിയേക്കാളും പാടില്ലായിരുന്നു. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ പേരെഴുതി ചോദിച്ചെങ്ങനെ ചോദിക്കുമല്ലായിരുന്നു. ആംഗ്യം കാട്ടുന്നത് ആരോടാ? ചെവിയേക്കാത്തവനോടാ. സ്വർഗദൂതൻ പറയുന്നത് നിന്റെ നാവ് മിണ്ടാതിരിക്കട്ടെ എന്നാ. പക്ഷെ ഒറ്റപ്പറച്ച് അവൻ്റെ ചെവിയും കേൾക്കാതെ പോയി. അവിശ്വാസത്തിന്റെ പരിണതഫലമായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നറിയാമോ? കാരണം പാസ്റ്റർ പുരോഹിതനാ, പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാ. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം മക്കളെ നൽകിയെന്ന്. ആ ദൈവം തന്നെ സ്വർഗദൂതനെ അയച്ച് ഇവനോട് പറഞ്ഞു, നിനക്ക് ദൈവം സ്വർഗത്തിലെ ദൈവം മകനെ തരാൻ പോകുമെന്ന് പറഞ്ഞു. ചോദിക്കുക അങ്ങനെ സംഭവിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പ്രസംഗിക്കത്തേ ഉള്ളൂ, പക്ഷെ പ്രസംഗിക്കുന്നതിൽ അത്ര വിശ്വാസമൊന്നുമില്ല. അല്ലോ, സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വലിയ അവിശ്വാസികൾ പാസ്റ്റർമാരാണ്. പലപ്പോഴും അങ്ങ് പ്രസംഗിക്കും, പക്ഷെ പ്രസംഗിക്കുന്നത് വിശ്വസിപ്പാൻ അങ്ങോട്ട് കഴിയുന്നില്ല. പരിതസ്ഥിതികൾ മണിക്കൂറുകൾക്ക് മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തീകരിക്കുവാൻ എവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ അവിടെയെല്ലാം ദൈവം മാറ്റം വരുത്തും. അത് മണിക്കൂറുകൾക്കകം ദൈവം മാറ്റം വരുത്തും. വ്യക്തികളിൽ മാറ്റം വരുത്തണമെങ്കിൽ ദൈവം വ്യക്തികളിൽ മാറ്റം വരുത്തും. പ്രകൃതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ദൈവം പ്രകൃതിയിൽ മാറ്റം വരുത്തും. പരിതസ്ഥിതികളിൽ മാറ്റം വരുത്തണമെങ്കിൽ ദൈവം പരിതസ്ഥിതികളിൽ മാറ്റം വരുത്തും. സർക്കാരിനെ മാറ്റണമെങ്കിൽ ദൈവം സർക്കാരിനെ പോലും മാറ്റും. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തിയിരിക്കാൻ എവിടെയെല്ലാം മാറ്റം വരുത്തണമോ അവിടെയെല്ലാം മാറ്റം വരുത്തി സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിന് കാലതാമസം വരുന്നുവെങ്കിൽ ചിന്തിച്ചുകൊള്ളുക, ഉത്തരം ശ്രേഷ്ഠതയുള്ളതാണ്. ശ്രേഷ്ഠതയുള്ള ഉത്തരം. സഖറിയാവിന് ജനിക്കാൻ പോകുന്ന മകൻ യോഹന്നാൻ സ്നാപകൻ, ഇവനെ കുറിച്ച് സഖറിയാവും പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാ. മശിഹയെ കുറിച്ച് അവരെല്ലാം പ്രസംഗിക്കുന്നത്. പുരോഹിതനാവുമ്പോൾ അവരുടെ സിനഗോഗിൽ പ്രസംഗിക്കുന്ന മശിഹയെ കുറിച്ച് പറയുമ്പോൾ മശിഹയ്ക്ക് മുമ്പ് വഴിയൊരുക്കുവാൻ ഒരുവൻ വരും. ഏലിയാവിൻ്റെ ആത്മാവിനോടുകൂടെ ഒരുവൻ വരും. അതും ഈ സഖറിയാവ് പ്രസംഗിച്ചിട്ടുള്ളതാ. ആ സഖറിയാവിനോട് പറയുക, അവൻ നിന്റെ മകനായിട്ടാ ജനിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സഖറിയാവ് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി ആംഗ്യം കാട്ടി അല്ലെങ്കിൽ എഴുതിയായിരിക്കാം എലിസബത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സഖറിയാവിൻ്റെ എലിസബത്തിൻ്റെയും സന്തോഷത്തിൻ്റെ വല്ല അതിരുമുണ്ടോ?
അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആ പ്രവാചകൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ യേശുവിന് വേണ്ടി, അല്ലെങ്കിൽ മശിഹായ്ക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ പോകുന്നവൻ നമ്മുടെ മകനായി ജനിക്കാൻ പോകുന്നു. ഇതിൽ കൂടി വലിയൊരു സന്ദേശം അവന് ലഭിപ്പാനില്ല. ഇതിൽ വലിയൊരു അനുഗ്രഹവും അവന് ലഭിപ്പാനില്ല. ഒന്ന് പറഞ്ഞാൽ, മറിയയുടെ കുടുംബത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം സഖറിയാവിൻ്റെ കുടുംബമാണ്. മറുപടി താമസിക്കുന്നുവെങ്കിൽ ഓർക്കുക, ഉത്തരം ശ്രേഷ്ഠതയുള്ളതാണ്. എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഏതൊക്കെയായാലും സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കും. ഒന്നുകൂടെ പറയട്ടെ, ഒന്നു പോലും കുറയാതെ 100% ദൈവം നിവർത്തിക്കുന്നവനാ. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒരു വാക്കൂടെ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഇനി എനിക്കായി നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു. പൗലോസ് മരിക്കുമ്പോൾ അവനറിയാം, അവനെക്കുറിച്ച് ദൈവം എന്തെല്ലാം ചെയ്യിപ്പാൻ ആഗ്രഹിച്ചു അത് മുഴുവനും ചെയ്തു തീർന്നു എന്ന്. ഞാനും നിങ്ങൾ ഈ ഭൂമി വിടുന്നതിന് മുമ്പ് ഈ നിശ്ചയം നമുക്കുണ്ടായിരിക്കട്ടെ. വിശ്വസ്തതയുടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നാം തയ്യാറായാൽ ഒന്നുപോലും കുറയാതെ 100% എൻ്റെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദൈവം നിവർത്തിച്ചിരിക്കും. കാലതാമസം വരുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, ഉത്തരം ശ്രേഷ്ഠതയുള്ളതായിരിക്കും. നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ശ്രേഷ്ഠതയുള്ളതായിരിക്കും. നമ്മുടെ വിചാരങ്ങൾക്ക് അതീതമായി ശ്രേഷ്ഠതയുള്ളത് നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവം കാലതാമസം വരുത്തുന്നു എന്നറിഞ്ഞ് നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവരുമായി തീരട്ടെ. SLVBSന്റെ LHL മിനിസ്ട്രീസിന്റെ സകല ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം 100% നിവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.